പ്രിയപ്പെട്ടവരെ, ആ ദൈവിക ശക്തിയുടെ നിയോഗത്താൽ എനിക്കിപ്പോൾ വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിച്ചതിൽ ആ ദൈവിക ശക്തിയോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ആ ദൈവിക ശക്തിക്ക് മുന്നിൽ വന്ദനങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ നിയോഗം എന്തിനാണെന്നറിയില്ല, എന്നാലും എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ഒരവകാശവാദങ്ങളൊന്നുമില്ല. യൂട്യൂബിലിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ അതിൽ ശരിക്കും സത്യസന്ധതയുള്ളവരുമുണ്ട്, മറ്റുള്ളവരെ ആ സത്യസന്ധതയുള്ളവരെ വിമർശിക്കുന്നവരും ധാരാളമായി യൂട്യൂബിൽ കാണുന്നുണ്ട്. വിമർശനങ്ങളിലൂടെയും വേണമല്ലോ മുന്നോട്ടും പോകാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയണം എന്നുള്ളത് കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്, എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ സംരംഭവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഓരോ നിയോഗങ്ങളുണ്ട് ഈ ഭൂമിയിൽ ജനിച്ചതിൽ. ആ നിയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനൊപ്പം നമ്മൾ ആ ഈശ്വരൻ നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന ആ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. കാരണം നമ്മൾ അവിടെ നിന്ന് തെറ്റുമ്പോഴാണ് നമുക്ക് മാത്രം, നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ആ ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് അത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിർബന്ധിക്കപ്പെട്ടതുപോലെ, പലതും വേണ്ട എന്ന് വച്ചതാണ്, എന്നാലും ഇപ്പോൾ നിർബന്ധിക്കപ്പെട്ടതുപോലെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. എൻ്റെ ഒരുപാട് വീഡിയോസ് നേരത്തെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒത്തിരി, അതായത് പൂജാവിധി കാര്യങ്ങൾ, പ്രാർത്ഥന. പക്ഷേ ഇപ്പോൾ ഒക്കെ ചിന്തിക്കുമ്പോൾ അതിനും മീതെ, അതിനും ഉപരിയായി വലിയൊരു ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിണാമം എന്നത് ഏതു മനുഷ്യൻ്റെയും ഉള്ളിലുള്ളതാണ്. കാരണം ഒരു ശിശുവായി ബാല്യത്തിലൂടെ കടന്ന് യൗവനാവസ്ഥയിലെത്തി പിന്നെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന ആ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു സഞ്ചാരപാതയുണ്ട്. അതായത് ഒരാത്മാവിൻ്റെ സഞ്ചാരപാത. നാം എല്ലാം ആത്മാക്കളാണ്. നമുക്ക് ഓരോ നിയോഗത്താൽ നമ്മുടെ ശരീരം എടുത്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഓരോ എക്സ്പീരിയൻസസാണ്. നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന കാര്യങ്ങൾ പോലും എക്സ്പീരിയൻസസാണ്. ഞാനിനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. എവിടെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നത്. എൻ്റെ ഒരു വാക്കെങ്കിലും ആരുടെയെങ്കിലും ഉള്ളിൽ സ്പർശിക്കാനായാൽ, ആർക്കെങ്കിലും അതൊരു സഹായമായാൽ, അത് തന്നെയാണ് എൻ്റെ വിജയലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ ജീവിത ലക്ഷ്യം, എൻ്റെ നിയോഗ ലക്ഷ്യം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളേവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം തിരഞ്ഞെടുത്ത്, എല്ലാം നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതിന് വേറൊരു രീതിയിലും ചിന്തിക്കേണ്ട. ഇനി അവർ തന്നതാണ്, ഇവർ തന്നതാണ്, ഇതൊന്നും ചിന്തകളൊന്നേ വേണ്ട. നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത ജീവിതമാണ്. നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ സമൂഹത്തിൽ നമ്മളോട് ഓരോ ദിവസവും ഇടപഴകുന്ന ആൾക്കാരെ പോലും നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഏക ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ,
നമുക്ക് എത്രമാത്രം ശക്തിയുള്ളവരാണ് നമ്മൾ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രമാത്രം ശക്തി ആർജിച്ചവരാണ്. പക്ഷേ ചില അവസരങ്ങളിൽ ചില മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലയിടത്തും തളർന്നു പോകുന്നവരുണ്ട് ഇല്ലേ? പക്ഷെ പല 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 തളർച്ചകൾ വന്നിട്ട് പോലും വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി വൻ വിജയങ്ങൾ കൊയ്തെടുത്തവരുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, എല്ലാം. സോ നിങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരിക്കലും തളരരുത്. ഈ ഒരു നിബന്ധന ഞാൻ മുന്നിൽ വച്ചുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലും നിങ്ങൾ തളരരുത്. കാരണം നമുക്കൊരു സന്തോഷം വരുന്നത് പോലെ തന്നെയാണ് ഒരു ദുഃഖവും നമുക്ക് വരുന്നത്. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുമുണ്ട്, ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു ദുഃഖവുമുണ്ട്. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. എന്നും സുഖം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആത്മാവാണെങ്കിൽ നിങ്ങൾ ദുഃഖം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ നിങ്ങൾ എത്രത്തോളമാണോ ആ ദുഃഖം അല്ലെങ്കിൽ സുഖം എനിക്ക് ഭൂമിയിൽ അനുഭവിക്കണം എന്നത്, ഇറ്റ്സ് യുവർ ഓൺ ക്രിയേഷൻ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വന്ന കാര്യങ്ങൾ നിങ്ങളത് ഈ ഭൂമിയിൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. ഈ തേർഡ് ഡയമെൻഷനിലുള്ള ഈ ഭൂമിയിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരാത്മാവായി നിങ്ങൾക്ക് ശരീരം എടുത്തിരിക്കുന്ന നിങ്ങളൊരാത്മാവാണ് എന്ന കാര്യം മറക്കരുത്. ഈ ആത്മാവ് നിങ്ങൾക്ക് ശരീരം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്വയം എക്സ്പീരിയൻസസ് ചെയ്യാനാണ്. സോ ബി ഹാപ്പി. സന്തോഷമായിരിക്കുക. ജീവിതത്തിൽ സന്തോഷം മാത്രം നിങ്ങൾ അനുഭവിക്കുക. അടുത്ത നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എൻ്റെ വന്ദനം.